വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ച് ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണു. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവർ പുഴ എടുത്തുകൊണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്കെന്ത് ചെയ്യണം? നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ മാഹീനെ കാണാത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ഇപ്പം മാഹീൻ്റെ തന്നെ വീഡിയോ വന്നിരിക്കുന്നത്. അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മുടെ പേടി എല്ലാം മാറിയിരിക്കുന്നു. അദ്ദേഹം ജീവനോട് കൂടി തിരിച്ചെത്തിയിരിക്കുന്നു. 24 ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകളിലെല്ലാം ഈ വാർത്ത വന്നതായിരുന്നു. 2-3 ദിവസം മുമ്പ് അവസാനമായിട്ട് ഒരു അഡ്വഞ്ചർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായിട്ട് മാഹീൻ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാൻ സമയം കളയാതെ. യാത്രയിൽ എൻ്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ് സർവൈവിങ് ഇൻ ദ ആമസോണാസ്. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു കേട്ടോ. പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇപ്പം ഞാൻ ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഈ കാണുന്ന ഒരാൾക്ക് മാത്രം ഫോണുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത്. ഈ കാണുന്ന ഇവിടുത്തെ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ യാത്ര ആരംഭിച്ചു വിട്ടു. കുറേ നേരം കഴിഞ്ഞ് യാത്ര തുടങ്ങി. വലിയ മഴയായിരുന്നു. മഴ കാരണം പുഴയുടെ ഒഴുക്കും കൂടി. അങ്ങനെ വലിയ വൃക്ഷങ്ങൾ ഈ പുഴയുടെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുഴയുടെ ഒഴുക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ റാഫ്റ്റ് വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ച് ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണു. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവർ പുഴ എടുത്തുകൊണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ ചാടിപ്പോകാൻ വേണ്ടി നോക്കി. ഇവിടെ അപ്പോഴും അതെടുത്തുകൊണ്ട് പോയി. അവർ 2 പേര് അങ്ങനെ പുഴയുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പുഴയുടെ കൂടെ നമ്മുടെ പൊളിഞ്ഞ ചങ്ങാടവും ഒരു വലിയ മരത്തടിയും കൊണ്ട് അവരുടെ കൂടെ ഒഴുക്കിപ്പോയി. അങ്ങനെ എനിക്ക് വേറൊന്നും വഴിയില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. കഴിഞ്ഞ ദിവസം ദ ലോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ മൂവി, കൊളംബിയയിലെ 3 ഇൻഡിജിനിയസ് കുട്ടികളും ഫാമിലിയൊക്കെ പോയ ഒരു ഹെലികോപ്റ്റർ, ഒരു ചെറിയ ഫ്ലൈറ്റ് തകർന്നു വീണു. ആമസോൺ കാട്ടിൽ തകർന്നു വീണു. അതിൽ നിന്ന് എല്ലാവരും മരിച്ചു. ആ കുട്ടികൾ മരിച്ചില്ല. 11 മാസം പ്രായമുള്ള കുട്ടി വരെ ഉൾപ്പെടെ കാട്ടിലൂടെ 40 ദിവസം സർവൈവ് ചെയ്ത സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര ഇന്നലെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാട്ടിലോട്ട് കയറണം. കാട്ടിലോട്ട് കയറിയാൽ 30 അല്ല 40 ദിവസമായാലും ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ബട്ട് പിന്നീട് ഇത്രയും നീന്തൽ എനിക്ക് പേടിയുള്ള ഞാൻ ആ കാട്ടിലോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒഴുക്കിൻ്റെ ഡയറക്ഷനിൽ എതിരെയായിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് ഞാനങ്ങനെ നീന്തി ഏകദേശം ഒരു 30 സെക്കൻഡോളം മരണവെപ്രാളത്തിൽ നീന്തിയപ്പോൾ ഞാൻ വേറൊരു വലിയ തടിയിൽ കയറി പിടിച്ചു. പിന്നെ അവിടെ നിന്നും വീണ്ടും നീന്തണം. അങ്ങനെ വീണ്ടും നീന്തി ഞാൻ എങ്ങനെയൊക്കെ കരയിലെത്തി. പാമ്പിനെ വലിയ പേടിയാണ്. പാമ്പും വെള്ളവുമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ളത്. ഒന്നും നോക്കിയില്ല. ബോട്ട് എങ്ങോട്ട് സഞ്ചരിച്ച ദിശയിലോട്ട് തന്നെ ഞാൻ കാട്ടിലൂടെ കയറി. കൈ ഫുള്ള് മുറിവ്, ചെരുപ്പില്ല, ഒന്നുമില്ല. കാലും കൈയും എല്ലാം മുറിവ്. ചിലയിടത്ത് ബുഷസ് എത്തുമ്പോൾ എൻ്റെ തല മുകളിൽ വരെ ഉണ്ടാവും. കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആക്കി മുൾച്ചെടികൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി. ചിലയിടത്ത് വന്നപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒരു വാഴമരം ഉണ്ടായിരുന്നു. ഈ വാഴമരത്തിൽ നിന്ന് കുറേ പഴങ്ങളെല്ലാം പറിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം എനിക്കിനി സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണമല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണു. എൻ്റെ വാഴപ്പഴം എല്ലാം പോയി. അങ്ങനെ വിഷമത്തിൽ വീണ്ടും നടന്ന് അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ പോയ വഴി, ഇവരിങ്ങനെ പുഴയിലോട്ട് പോകുമ്പോൾ ഇവരും വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ
അവിടെ ഉള്ള ഏതോ ഒരു വില്ലേജിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ കണ്ടു. അങ്ങനെ അവർ തോണിയെടുത്തുകൊണ്ട് ഇവരുടെ പുറകെ പോയി ഇവരെ രക്ഷിച്ചു. ഇവരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി. അപ്പം ഞാനും ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഇവിടെ നിന്ന് കേട്ട് അവരും അവരുടെ ബോട്ട് എടുത്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് പുഴയുടെ സൈഡിലോട്ട് വന്നു. അങ്ങനെ അവരെന്നെ രക്ഷിച്ചു. ഞാൻ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, തറയിൽ കൂടെ പട്ടി എഴയുന്നത് പോലെ. കാരണം ഫുള്ള് പുഴയുടെ അടുത്ത് ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ മഡ്ഡ താന്ന് പോകുന്നു. അപ്പം എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ കുഴിഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിലെത്തി ഏകദേശം ഒരു വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരത്തിന് ശേഷം അവരുടെ ബോട്ടിൽ വഞ്ചിയിൽ തന്നെ നമ്മൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ കൊണ്ടാക്കി. ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇന്നലത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് എല്ലാം സംഭവിച്ചത്. എൻ്റെ ബോട്ട് എന്തോ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഒരു ഭയങ്കര കണക്ഷൻ കിട്ടിയ ഭയങ്കര ഇമോഷനായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും നല്ലതുപോലെയൊക്കെ റിപ്പയർ ചെയ്തു. എൻ്റെ ഒരു വീട് പോലെ ആയിരുന്നു ഞാൻ കരുതിയത്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ട്രാവൽ പാർട്ണറിനെ പോലെ. പക്ഷേ ഇത് സംഭവിച്ചു. ബട്ട് എന്തോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇങ്ങനെ കാണുമെന്നും രക്ഷപ്പെട്ടിരിക്കുന്നു കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള പുഴയെയും കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു സത്യം പറയാലോ. ഇവിടെ രക്ഷപ്പെട്ട് കിട്ടിയ സാധനങ്ങൾ നമ്മുടെ വീട്. ഈ വീട്ടിൽ എല്ലാ സാധനങ്ങളും പുഴയിൽ വെള്ളത്തിൽ വീണ സാധനങ്ങൾ ഉണക്കമാണ് അവിടെ. ഇതിനിടയിൽ വീഡിയോ എടുക്കാനായിട്ട് ചിത്രീകരിച്ചു വെച്ച ഒരു വലിയൊരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇവരുടെ ഫാമിലിയുടെ കൂടെ മരിച്ചിന് പറിക്കാൻ പോയത്, അവരുടെ കൂടെ ഒരു ദിവസം അഡീഷണലായിട്ട് സ്പെൻഡ് ചെയ്തത്, മുതല ഇറച്ചി കഴിച്ചത്, നമ്മൾ ഹണ്ട് ചെയ്ത മുതല ഇറച്ചി കഴിച്ചത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ ഞാൻ ആക്ച്വലി ഫോണും ക്യാമറയൊക്കെ നഷ്ടപ്പെടാൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഫോൺ ഞാൻ അറിയാതെ ഈ റാഫ്റ്റിലായിരുന്നു വെച്ചത്. ഇടിച്ച സമയത്ത് പോക്കറ്റിലിടാൻ വേണ്ടി ഓർത്തില്ല. ഈ ക്യാമറ എൻ്റെ ഗോപ്രോ പോലത്തെ DJയുടെ ആക്ഷൻ ക്യാമറ ഇവിടെ ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. പക്ഷേ അത് ഞാൻ ഈ മരത്തിൽ കയറി പിടിച്ചപ്പോൾ ഞാൻ സ്ക്യൂസായി കേട്ടോ. ഈ മരത്തിലൊക്കെ എൻ്റെ ദേഹം ഫുള്ള് സ്ക്യൂസായിപ്പോയി, ഭയങ്കര സ്ക്യൂസായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്യാമറ പൊട്ടി വെള്ളത്തിൽ വീണിതറിഞ്ഞില്ല. ഞാൻ ഈ മരത്തിലൊക്കെ കയറി പിടിച്ച് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ക്യാമറ നോക്കിയപ്പോൾ ക്യാമറയുടെ ഒരു പിടി മാത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2 ദിവസം എൻ്റെ ദേഹം ഫുള്ള് ഭയങ്കര വേദനയായിരുന്നു. കാരണം എല്ലൊക്കെ എന്തോ ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്ക്യൂസായി ആണ് കയറി പിടിച്ച് ഞാൻ എൻ്റെ ഭാര്യയെല്ലാം എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സ്ക്യൂസായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചുറീസ് അതൊക്കെ മാറി തുടങ്ങി. കയ്യിൽ മുറിവുകൾ, കാലിൽ മുറിവുകൾ, പിന്നെ ഈ കാട്ടിലൂടെയൊക്കെ നടന്നതിൻ്റെ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ജംഗിൾ മൂവി കണ്ട ഫീലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഇടിയൊക്കെ കയറ്റി ജയിലായത് അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബട്ട് വെള്ളത്തിൽ ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഞാൻ രക്ഷപ്പെടുമെന്ന്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി എനിക്കൊരു ബ്ലാങ്ക് ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഈ മരത്തിലൊക്കെ കയറി പിടിച്ചപ്പം ഞാൻ ആകെ കണ്ടത് എൻ്റെ ഫ്രണ്ട് മരത്തിൽ കയറി പിടിക്കുന്നു, ബട്ട് അവൻ വെള്ളത്തിൽ മുങ്ങി പോകുന്നു. പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബ്ലാങ്ക് ഔട്ടാണ് കേട്ടോ. ഒരു 10 സെക്കൻഡ് എന്ത് നടന്നു എന്ന് അറിഞ്ഞുകൂടാ. 10 സെക്കൻഡ് എന്ത് നടന്നു എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നടന്നതെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറയുമ്പം ഈ പൊളിഞ്ഞ ചങ്ങാടത്തിൽ 2 പേര് നിന്ന് എൻ്റെ കുറച്ചപ്പുറത്ത് 50 മീറ്റർ അകലെയായിട്ട് അവരങ്ങ് നീന്തി ഒഴുകി പോവുക. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സംഭവിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അടിയിൽ കൂടെ പോയത്. പക്ഷേ അത് എങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കണം, കാരണം മുകളിലൂടെ പോകാൻ പറ്റില്ലല്ലോ. ബട്ട് എനിക്കത് ഞാൻ കണ്ടിട്ടില്ല. അതെങ്ങനെയാണ് നടന്നതെന്ന് അറിയില്ല. എനിക്ക് ബ്ലാങ്ക് ഔട്ടായി കേട്ടോ. ഈ സംഭവം എൻ്റെ സുഹൃത്തുക്കൾക്കും സംഭവിച്ചു. ബ്ലാങ്ക് ഔട്ടായി. അവർ ഏതോ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഇത് നടന്നപ്പം അവരുടെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയി കേട്ടോ. പിന്നെ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് ആണ് ഇത് റീസ്റ്റാർട്ട് ചെയ്തത് അവരുടെ മൈൻഡ്, ചിന്തകൾ. അത് എനിക്കറിയില്ല കേട്ടോ. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ എൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇടയിൽ എനിക്ക് എൻ്റെ ബാഗ് കിട്ടി. ആ ബാഗ് സംഭവം രക്ഷിച്ചെടുത്തത് മറ്റുള്ളവരായിരുന്നു. വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന ബാഗുകൾ അവർ പിടിച്ച് കരക്കി കയറ്റി അവരാണ് കൊണ്ടുവന്നത്. ബട്ട് എൻ്റെ ഫോൺ, എൻ്റെ ക്യാമറയൊക്കെ പോയി. അതേസമയം മറ്റുള്ളവരുടെ ഫോണൊക്കെ അവരുടെ പോക്കറ്റിലുള്ളായിരുന്നുകൊണ്ട് ഫോൺ നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൽ നിന്നെടുത്ത കുറച്ച് ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്തായാലും ജീവനോടെ വന്നു. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഈ യാത്ര വലിയൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ചെയ്തത്. ബട്ട് എന്നിരുന്നാലും നെക്സ്റ്റ് പുതിയ വലിയ പ്രിപ്പറേഷനോടെ വന്ന് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഒരിക്കലും ആമസോൺ നദി മുഴുവൻ ഞാൻ റാഫ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് പോകാനുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ. ഞാൻ നെക്സ്റ്റ് തവണയും ചെയ്യും. നെക്സ്റ്റ് തവണയും ചിലപ്പോൾ അപകടം വന്നേക്കാം, ചിലപ്പോൾ മരിച്ചേക്കാം, പക്ഷേ മരിക്കില്ല. നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പോൾ താങ്ക് യു, ബൈ.
അപ്പോൾ കേട്ടല്ലോ പ്രിയമുള്ളവരെ, വലിയൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് മാഹീൻ. അപ്പം എല്ലാവർക്കും പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റാത്തതിൽ ആശ്വാസം. എന്തായാലും ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് കരുതി വേറൊരു വീഡിയോ ചെയ്യാതിരുന്നതാണ് മാഹീനെ കാണാത്തതിനെക്കുറിച്ച്. അപ്പോഴാണ് ഈ വീഡിയോ വരുന്നത്. അന്നേരം എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വേറൊരു ടോപ്പിക്കായി നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ പറയുന്നു. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനലിൽ പഴയ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്, കയറി ഒന്ന് കാണുക, സപ്പോർട്ട് തരിക. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.